കറി ലീവ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം സദ്യയിലെ പ്രധാനപ്പെട്ട ഐറ്റങ്ങളിൽ ഒന്നായ നാരങ്ങ കറിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗണപതി നാരങ്ങ, ചക്ക നാരങ്ങ എന്നൊക്കെ പറയുന്ന ഈ നാരങ്ങയാണ്. അപ്പോൾ ശരിക്കും ഇത് ചെയ്യുന്നത് മാതള നാരങ്ങ, ഉണ്ട നാരങ്ങ എന്നൊക്കെ പറയുന്ന നാരങ്ങയാണ്. ഞാനിപ്പോൾ വീട്ടിലുണ്ടായതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ മാതള നാരങ്ങയാണ് ഉള്ളതെങ്കിൽ അതെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ പച്ചടിക്കൊക്കെ അരിയുന്ന അതേ സൈസിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇതിന്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ 4 പച്ചമുളക് കൂടെ എടുക്കണം. അതൊന്ന് നടുകീറിയിട്ടിരുന്നാൽ മതി. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ചൂടായപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്താണ് വാട്ടിയെടുക്കേണ്ടത്. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്ന് തുടങ്ങിയാൽ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് വാടി വരട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ആവശ്യ നേരത്ത് നമുക്കൊരു സദ്യ ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് കുറച്ചായിട്ട് എടുത്ത് കറി വെക്കാം. അപ്പോൾ ഈ നാരങ്ങ നമ്മൾ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഞാനിത് ഇരുമ്പേട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വറവിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാരങ്ങയും കൂടെ ചേർക്കുകയാണ്. അത് 1 സ്പൂൺ നാരങ്ങ ചേർത്തിട്ടുള്ളൂ. ഞാൻ ഇത്തിരിയേ നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ എടുത്തത് ഗണപതി നാരങ്ങയാണ്. അതിന് കയ്പ്പാണ് കൂടുതൽ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്തിരി പുളി ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടനാരങ്ങയാണ് എടുക്കുന്നതെങ്കിൽ അതിന് പുളി പിഴിഞ്ഞൊഴിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അത് നോക്കിയിട്ട് എടുത്താൽ മതി. അത് ഇത്തിരി പുളിപ്പുള്ള നാരങ്ങ തന്നെയാണ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് വറ്റി വരണം, അത്രയേ ഉള്ളൂ. ഈ നേരത്ത് ഉപ്പും പുളിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ഇടണമെങ്കിൽ അതും ചെയ്യാം. ഇപ്പോൾ ഇതാ നാരങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് തിരുവനന്തപുരംകാരുടെ സദ്യയിലെ സൈഡ് ഡിഷിലെ 2ാമത്തെ ഐറ്റമാണ്. ഇഞ്ചിക്കറി കഴിഞ്ഞാൽ നാരങ്ങയാണ്. അപ്പോൾ ഈ ഇഞ്ചിക്കറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2ാമത്തെ റെസിപ്പിയാണ് നാരങ്ങയുടെ. അപ്പോൾ ഇഞ്ചിക്കറിയുടെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, ഒന്ന് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.